ഗൈസ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്ലീച്ചിൻ്റെ സെക്കൻഡ് എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്നും പറയാമെന്ന് വിചാരിക്കും, പക്ഷെ പറയാൻ കഴിയില്ല. എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചേക്കാലോ. അപ്പോൾ എന്തായാലും നമുക്ക് സീരീസിലേക്ക് പോകാം. ശരിക്കും തുടക്കത്തിൽ ഞാൻ കാണിക്കുന്നത് ഇച്ചിക്ക് സ്കൂളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കാര്യം വരുന്നതാണ്. അതാരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂക്കിയ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇച്ചിക്കും ഷോക്കാവും. നീയോ? നീ എങ്ങനെ ബാക്കിയുള്ളവരോടൊക്കെ? റൂക്കിയോ ഇച്ചിക്കോട് പറയും നേഴ്സ് മീറ്റ്. ഇതൊരു ഷോക്കായി ഇച്ചിക്കോ എന്ത് പറഞ്ഞു കൊടുക്കുന്ന ശേഷം നമ്മൾ കാണുന്നത് സ്കൂളൊക്കെ വിട്ടുകൊണ്ട് വീട്ടിൽ പോകാൻ നിൽക്കുന്നതാണ്. അല്ല, നീ എങ്ങനെയാണ് എൻ്റെ സ്കൂളിൽ വന്നത്? അപ്പോൾ അവൾ പറയും, എടാ പൊട്ടാ, നീ പൊട്ടനാവാതെ. എടാ പൊട്ടാ, നീ എൻ്റെ കയ്യിൽ നിന്ന് നീ എൻ്റെ പവർ എടുത്തില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ പോകും. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് പവർ തന്നാൽ ഞാൻ പോകും. അപ്പോൾ നീ എനിക്ക് പവർ തരുമോ എന്ന് ചോദിക്കും റൂക്കിയ. അപ്പോൾ അവളുടെ ഇച്ചിക്ക് അറിയും, പവറോ ഞാൻ തരൂല അങ്ങനെ പറയും. എന്നിട്ട് റൂക്കിയ പറയും, എന്നാൽ പിന്നെ ആൾ വായം പൊത്തി മിണ്ടാതിരി. അതിന് ഇച്ചിക്കോ ഒന്നും മനസ്സിലാകാത്ത അവിടെ നിൽക്കും. എന്നിട്ട് ഇച്ചിക്കോ ചോദിക്കും, ഇപ്പം ഞാനിനി എന്തോ ചെയ്യണം? അപ്പോൾ അവൾ പറയും, ഇനി നീ ചെയ്യാൻ, നീ സൗൾ റീപ്പറാണ്, എൻ്റെ പണി നീ ചെയ്യണം, അതാണ് ഇനി നീ ചെയ്യേണ്ടത്. അപ്പോൾ ഇച്ചിക്കോ നോക്കും, എന്ത് ഞാനാ? ഇങ്ങനെ പറയും ഇച്ചിക്കോ. വേണ്ടേ എന്നാൽ പവർ തിരിച്ചുണ്ടോ? അപ്പോൾ ഇച്ചിക്കോ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാലും നോക്കും. ഇച്ചിക്കോ പറയും, വേണ്ട ഞാൻ പറഞ്ഞു തിരിച്ചു, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അതിനുശേഷം ഇച്ചിക്കോ ചോദിക്കും, അപ്പം ഞാനെന്താ ചെയ്യേണ്ടേ? എടാ പൊട്ടാ, നീ സൗളിനെ കൊല്ലണം എന്ന് പറയും റൂക്കിയ. ഇച്ചിക്കോ പറയും, എനിക്ക് അങ്ങനെ ഇനി മോൺസ്റ്ററോട് ഫൈറ്റ് ചെയ്യേണ്ട, പക്ഷേ എനിക്ക് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണ്. അപ്പോൾ റൂക്കിയ ചോദിക്കും, എന്നാ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നമ്മളുടെ ഇച്ചിക്കോക്ക് ഒരു അടി കൊടുക്കും. അപ്പോൾ ഇച്ചിക്കോ നേരെ നമ്മുടെ സൗൾ ഡ്രീപ്പറിലേക്ക് ട്രാൻസ്ഫോം ആവും. ആ ഗ്ലൗസിൻ്റെ പേരാണ് സൗൾ ഡ്രീപ്പർ ഗ്ലൗസ്. ഇതുകൊണ്ട് ആരടിച്ചാലും അത് സൗൾ ഡ്രീപ്പർ ആവും. സൗൾ ഡ്രീപ്പറിൻ്റെ പവർ വേണം. ഇച്ചിക്കോ എൻ്റെ ബോഡിയല്ലേ കിടക്കുന്നത്, ഇത് വണ്ടി ഷോക്കാവും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു പാർക്കിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ റൂക്കിയുടെ ഫോണിലേക്ക് ഒരു സൗൾ ഉണ്ടെന്ന് പറയും സൗൾ സൊസൈറ്റിയിൽ നിന്ന്. എന്നിട്ട് അവർ ആ സൗളിനെ തിരഞ്ഞു പോകും. അപ്പോൾ ആ സൗളെ ആടാൻ നോക്കുകയാണെങ്കിൽ ഒരു പാർക്കിലാണ്. സൗളിപ്പോൾ ഒരു കുട്ടിയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിക്കോ ചാടി മറന്നൊക്കെ അങ്ങോട്ട് പോകും. എന്നിട്ട് അവൻ്റെ വാളെടുത്ത് നിൽക്കും. വാളെടുത്ത് നിൽക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ റൂക്കിയ പറയുക, എന്തൊക്കെ ചെയ്യാൻ അറിയാലോ, എല്ലാം അറിയാലോ അല്ലേ, ഒന്നും തെറ്റായി ചെയ്തു വെക്കല്ലേ എൻ്റെ പൊന്നേന്ന് പറയും. എന്നിട്ട് റൂക്കിയ ഇച്ചിക്കോനെ ഒന്ന് നോക്കും. അതിനുശേഷം റൂക്കിയ പറയും, ഈ സൗൾ ഡ്രീപ്പേഴ്സ് എന്നും എല്ലാ സൗളിനെയും ഒരേ വില തന്നെ കാണണം. ഒന്ന് പവർഫുള്ളാണ്, പവർഫുൾ അല്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയാൻ പാടില്ല. ആ കുട്ടിയാണെങ്കിൽ ഒരു സൗളിനെയാണ് ഇച്ചിക്കോ കുട്ടിയല്ലേ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ അനിയത്തിയെ ലൈഫ് കൊടുത്തോലെ ആരെയും ലൈഫാണ് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വെട്ടും. അത് ആ സൗൾ ഡ്രീപ്പറിനെ കഴിക്കായിരിക്കും. ആ സൗൾ അവിടെ നിന്ന് മരിച്ചു പോകും. അതിനുശേഷം നമ്മളുടെ ഇച്ചിക്കോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ കാര്യം ഓർമ്മ വരും. നമ്മളുടെ റൂക്കിയ ആ സൗളിനെ കൊന്നപ്പോൾ ചെയ്ത കാര്യം അതേ തന്നെ. നമ്മളുടെ ഇച്ചിക്കോ ആ വാളിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ആ കുട്ടിയുടെ നെറ്റിക്ക് ഒന്ന് തട്ടും. അങ്ങനെ ആ കുട്ടി സൗൾ സൊസൈറ്റിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം റൂക്കിയ, ഞാൻ ഇവനോട് ഇത് ചെയ്യാൻ പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷോക്കായി നിൽക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇച്ചിക്കോ അവിടെ വാളം പിടിച്ച് നിൽക്കുന്നതാണ്. ഇവരുടെ പേര് കൻസ എന്നാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു കുട്ടി പഠിക്കുന്നതാണ്. അവൻ്റെ ബ്രദർ മരിച്ചുപോയി. ആ മരിച്ചുപോയ ബ്രദറിൻ്റെ സൗള് അവളുടെ സിസ്റ്ററിനെ നോക്കി നിൽക്കുകയാണ്. നീ നല്ലോണം പഠിക്കണം, നീ നല്ലോണം വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് ഹോളോസ് വരും. ഹോളോസ് വന്നിട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകും ഹോളോകളുടെ ലോകത്തേക്ക്. ഈ ഹോളോ ലോകത്ത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. ആ ബ്രദറിനെ അവനെ ഒരു ഹോളോ ആക്കും. എന്നിട്ട് ഇതാണ് ആ ഹോളോയുടെ രൂപം. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മളുടെ ഇച്ചിക്കോയും ഇവരൊക്കെ വോളിബോളോ എന്താ കളിക്കാൻ പോകുന്നതാണ്. ഇച്ചിക്കോയ്ക്കും, നീ എത്ര കാലം എൻ്റെ ബാക്കിൽ നടക്കുമെന്ന്. റൂക്കിയ പറയും, നീ സൗൾ ഡ്രീപ്പറിൻ്റെ ജോലി ചെയ്യാൻ അഗ്രി ചെയ്യുമ്പോൾ അപ്പം ഞാൻ നിന്നെ വിടുമെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടാകും. പക്ഷേ അവർക്കൊന്നും പറ്റത്തൊന്നുമില്ല. എന്നിട്ട് അവർ അങ്ങോട്ട് പോകും. എന്നിട്ട് ഇത് നമ്മളുടെ ക്ലാസ്സിലുള്ള കുട്ടിയല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ കാറല്ലേ. പക്ഷേ കാർ വെച്ചിട്ടൊന്നും പറ്റിയില്ലേ, എന്തായാലും വിട്ടുകളെ കേൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ
ഇച്ചിക്കോ പറയും പൊട്ടത്തി ഇത് ഇവിടെ നമ്മളെ ക്ലാസ്സിലാണ്, നിനക്ക് വെള്ളം അറിയില്ലേ എന്ന് പറയും. അപ്പോൾ ഈ റുക്കിയൊക്കെ മനസ്സിലാവും. എന്നിട്ട് അവളുടെ നിന്നെ എനിക്കറിയാമെന്ന് പറയും. നീ എന്തൊക്കെ വാങ്ങിയെന്ന്? ഞാൻ ബട്ടർ വാങ്ങി, ബനാന വാങ്ങി, എന്തൊക്കെയൊക്കെ വാങ്ങിയെന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിനുശേഷം റൂക്കിയെ നോക്കുകയാണെങ്കിൽ ഇവരെന്താ ഒന്നും പറ്റാത്ത കാലം നോക്കും. എന്നിട്ട് നമ്മുടെ റൂക്കിയ തിരിച്ചു പോകുമ്പോൾ പറയും അതാരാ ചോദിക്കുമ്പോൾ ഇച്ചിരി പറയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതും നമ്മളുടെ ക്ലാസ്സിലുള്ളതുമാണ്. അതിനുശേഷം നമ്മൾ കാണും ആ കുട്ടിയുടെ ബ്രദർ ആക്സിഡൻ്റ് ആയ സംഭവം. ഈ ആക്സിഡൻ്റ് ആയ ആരാന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആണ്. ചേട്ടാ മരിക്കല് ചേട്ടാ എന്ന് പറയും. എന്നെ ഒറ്റക്കാക്കി പോലെ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മളുടെ ഇച്ചിക്കോ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ആണ് പറയുന്നത്. അപ്പോൾ റൂക്കിയ പറയും അപ്പം എനിക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ കാണുന്നത് അവരെങ്ങോട്ടോ പോകുന്നതാണ്. റൂക്കിയ അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നതായ കുട്ടി അവളുടെ ഫ്രണ്ടിനെയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മളുടെ ഇച്ചിക്കോടെ കരീൻ വന്ന് ചോദിക്കും എൻ്റെ പൈജാമ കണ്ടോ? അപ്പോൾ ഇച്ചിക്കോ പറയും ഞാൻ എൻ്റെ പൈജാമ നോക്കി നിൽക്കലാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പോഴാണ് റൂക്കി നമ്മൾ എടുക്കുന്നത് കാണുന്നത്. അവൾ ഇടയ്ക്ക് കിടക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇച്ചിക്കോടെ റൂമിലുള്ള ഷെൽഫിലാണ്. എടാ ഇവിടെ ഭയങ്കര ചൂടാണല്ലോടാ ഇങ്ങനോട് കിടക്കുന്നതെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് റൂക്കിയൊക്കെ ഒരു സൗളിൻ്റെ ഇത് വരും, സെൻസ് ചെയ്യും. അങ്ങനെ റൂക്കിയ ഇച്ചിക്കോനെ ഒന്നുകൂടി അടിക്കും. അപ്പോൾ അവൻ വീണ്ടും ഒരു സൗൾ ട്രിപ്പറായി മാറും. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഹോളോ ആയി മാറിയ ബ്രദർ അതായിരിക്കും ആ സൗള്. അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഇച്ചിരി ഫൈറ്റിടും. അങ്ങനെ ആ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഹോളോയുടെ മാസ്ക് ഒന്ന് ചെറുതായിട്ട് പൊട്ടും. അപ്പോൾ ഇച്ചിക്കോ അറിയും ഇവൻ്റെ കാര്യം തീരുമാനം പറയുമ്പോഴായിരിക്കും ഇച്ചിക്കോ ആ ഹോളോനെ കാണാണ്ടാകുന്നത്. ഇച്ചിക്കോ റൂക്കിയോട് പറയും അത് അവളുടെ ബ്രദറല്ലേ എന്ന് പറയും. ബ്രദറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ അവരിങ്ങനെ ഹോളോ ആയി. മിക്കവാറും ഇവിടെ വേറെ ഏതോ ഹോളോ ഉണ്ട്, അതുകൊണ്ടായിരിക്കും കാര്യം ഹോളോ ആയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിക്കിനോട് ചോദിക്കുകയാണ് എനിക്കൊരു കാര്യം അറിയോ, ഇപ്പോഴും സൗളുകൾക്ക് ഇമോഷനൊക്കെ ഉണ്ട്, അതൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ചിലർ ഡിപ്രഷൻ കാരണം അവർ തന്നെ ഹോളോ ആയി മാറും. പക്ഷേ ഇയാൾ അങ്ങനെ ഹോളോ ആവാൻ വഴിയില്ല. ചിലപ്പം വേറെ ഇവരെ ഹോളോ ആക്കുന്നതാണ്. പിന്നെ ഒരു ഹോളോ നമ്മളുടെ ആക്രമിച്ച് കഴിഞ്ഞാൽ, ഒരു സൗളിനെ ആക്രമിച്ച് കഴിഞ്ഞാൽ ആ സൗളും ഒരു ഹോളോ ആയി തീരുമെന്ന് എനിക്കറിയോ എന്ന് പറയും. അതിനുശേഷം കാണുന്നത് നമ്മളുടെ കണ്ട ആക്സിഡൻ്റ് ആയ കുട്ടി അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഇച്ചിക്കോനെ അറിയാമെന്ന് ചോദിക്കും. എനിക്കറിയാം, അവനെ ഞാൻ കണ്ടിരുന്നു സ്കൂളിൽ വെച്ച് എന്ന് പറയുന്നതോടെ നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരാണ്. ബൈ.